ഏറ്റവും റിസ്ക്കാണ് പൊടിക്കുന്നത്. നെറ്റൊക്കെ പൊട്ടി ഈ കുരുവിന്റെ പവർ ഇതിന്റെ മെയിൻ ഘടകം വറുത്തെടുക്കലാണ്. ഈ വറക്കുന്നതിൽ നമ്മൾ ഈ കളറും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ എപ്പോഴാണ് നിങ്ങൾ ഈ കോഫി പൗഡർ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ഇതിന് കോഫി പൗഡർ സംഭവം ഇല്ല ഇതിനകത്ത്. ഇതിന്റെ തന്നെ ഫ്ലേവറാണ്. ROVER എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിന് അടുത്തായിട്ട് ചീരാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. AR ഫുഡ്സിലാണുള്ളത്. 2022 ഏറ്റവും നല്ല കണ്ണൂർ ജില്ലയിലുള്ള സംരംഭങ്ങളുള്ള അവാർഡ് നേടിയിട്ടുള്ള രാജേഷേട്ടന്റെ കമ്പനിയാണ് AR ഫുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റി പ്രോഡക്ട്സ് ആണ് രാജേഷേട്ടന്റെ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കാപ്പി കുടിക്കുന്നുണ്ടല്ലേ, കാപ്പിക്കുരു പൊടിച്ചിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാപ്പി പൊടി ചെയ്തെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടല്ലോ, ആ കുരു പൊടിച്ചെടുത്തിട്ടാണ് ഇവിടെ ഒരു കാപ്പി പൊടി ചെയ്തെടുക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാനുണ്ട്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല സംരംഭങ്ങളുടെ അവാർഡ് നേടിയിട്ടുള്ള രാജേഷേട്ടൻ. രാജേഷേട്ടാ, ഈ ഒരു AR ഫുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. 5ാമത്തെ വർഷമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇത് മുന്നോട്ട് വന്ന കമ്പനിയാണ്. തുടങ്ങുന്ന സമയത്ത് തന്നെ എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ? തുടങ്ങുമ്പോൾ 1 വർഷത്തോളം എടുത്തായിരുന്നു. കാരണം വെച്ചാൽ ഓരോ പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയും ബാങ്കിൽ ലോണ് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു 8 മാസമായിരുന്നു ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടായിരുന്നു ലോൺ റെഡിയാക്കാനും. പിന്നെ എനിക്ക് വ്യവസായത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ എടുക്കുമ്പോൾ ചെറിയ കെട്ടിടമായിരുന്നു. ഇത് ഏകദേശം ഒളിഞ്ഞ് വിടാറുള്ള കെട്ടിടമായിരുന്നു. അത് ഞാൻ എടുത്ത ശേഷം മോഡിഫൈ ചെയ്ത് നല്ല വൃത്തിയായി കൊണ്ടുവന്ന കെട്ടിടമാണിത്. തുടക്കത്തിൽ എനിക്ക് ആകെ ഒരു പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയാണ്. ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളത് ഡെവലപ്മെന്റ് ചെയ്ത് ഒരു 40 പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. 43 പ്രൊഡക്റ്റ് ആയിപ്പോൾ ഈ സമയം 4 വർഷം കൊണ്ട്. നല്ല സപ്പോർട്ടൊക്കെ നമ്മളില്ല. തുടക്കത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് നിരുത്സാഹപ്പെടുത്ത ഒരുപാട് ആളുണ്ടായിരുന്നു. ഇന്ന് നാട്ടിൽ വിജയിക്കാൻ ചാൻസ് കുറവാണെന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഷ്ടപ്പെടാൻ നല്ല മനസ്സുണ്ടായിരുന്നു. എനിക്ക് നല്ല ആത്മവിശ്വാസം, കമ്പനി വിജയിക്കുന്നതിന് നല്ല ആത്മവിശ്വാസമായിരുന്നു. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു മടി എനിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ വന്ന പലർക്കും സംശയം, ഇതിൻ്റെ കമ്പനിയുടെ ഓണർ ആരാണ് ശരിക്ക്. ഞാൻ കസ്റ്റമർ വരുമ്പോൾ ലോഡ് ഇറക്കുന്നു, ഇവിടുന്ന് പാക്ക് ചെയ്യുന്നു, ഇവിടുന്ന് അരി കഴുകുന്നു, അങ്ങനെ എല്ലാം ഓൾറെഡി ചെയ്യുന്ന വർക്കാണ്. ചിലപ്പോൾ റൂട്ടിൽ പിന്നെ സാധനം കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ ആകെ പല സംശയം, ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ആരും ഇല്ല. ഞാൻ തന്നെ ഒറ്റയാണ് ഓൾറെഡി ചെയ്യുന്ന വർക്ക്. ആരെങ്കിലും ഒരാൾ ലീവായ പോലും എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എനിക്ക് അറിയാത്ത ജോലി ഇവിടെ ഇല്ല. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെസിപ്പി പുതിയതെല്ലാം ഞാൻ പരീക്ഷിക്കും. ഒന്ന് ഫെയിലായി അടുത്ത് ട്രൈ ചെയ്ത് നോക്കും, അത് ഫെയിലായി പിന്നെ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് മാർക്കറ്റ് കൊണ്ടുവരുന്നത്. ഞാനിവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ ഒരു വെറൈറ്റി പ്രോഡക്റ്റ്, ഈത്തപ്പഴ കുരു പ്രോസസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്തെടുക്കുക അല്ലേ? അതിന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്, ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്രമാത്രം ഇതിനൊക്കെ ഗുണമുണ്ട്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആ ഒരു പ്രോസസ്സിംഗ് രീതിയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ അറിഞ്ഞോട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അതിൽ ഇഷ്ടംപോലെ ഫൈബർ ഉണ്ട്. ഫൈബർ ഇഷ്ടംപോലെ, ആ ഫാറ്റ് ഇല്ല. പിന്നെ നമ്മൾ ദഹനത്തെ നല്ലോണം സഹായിക്കും. അങ്ങനെയൊക്കെ ഇതുണ്ടോ? അതിനകത്ത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈത്തപ്പഴ കുരു നമ്മൾ വേസ്റ്റ് ആക്കുന്ന സാധനം ഇത്, നമ്മൾ ചാഴ്ച ഒപ്പിക്കണം. പക്ഷേ ഇതിനകത്ത് അറിഞ്ഞിടത്തോളം ഇഷ്ടംപോലെ ഫൈബറൊക്കെ അടക്കുന്ന സാധനം ഇത്. അപ്പോൾ ഞാനിത് പരീക്ഷണം നടത്തിയാന്ന് ആലോചിച്ചായിരുന്നു. അപ്പോൾ ഞാനിത് കുരു കളക്ട് ചെയ്തു. കളക്ട് ചെയ്തിട്ട് 1 വർഷം കൊണ്ടുവന്ന് ഇവിടുന്ന് ഞാനത് വൃത്തിയാക്കി എടുത്തു. കാരണം അതിൽ ഇഷ്ടംപോലെ കച്ചറ എടുക്കും. നമ്മൾ അതിനകത്ത് വേസ്റ്റ് കാണും, ഒരുപാട് സാധനങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യും. നമ്മുടെ റൈസ് വാഷ് മെഷീൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും സംഭവം. ഇതൊക്കെ മെഷീൻ വെച്ചിട്ട് എല്ലാം പ്രോസസ്സിംഗ് മൊത്തം മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഒരു 5-6 വെള്ളത്തിൽ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ടത്. 6 തവണ കഴുകിയെടുക്കുന്നുണ്ട്. ആ ഫ്രഷ്നെസ് നമുക്ക് കിട്ടും കുരുവിടെ. പക്ഷേ ആ കഴുകുന്ന കളറേ മാറി വരും കുരുവിൻ്റെ. അന്നേഷം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ മെയിൻ ഘടകം വറുത്തെടുക്കലാണ്. ഈ വറുക്കുന്നതിൽ നമ്മൾ ഈ കളറും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ കോഫി ടേസ്റ്റ് വരാൻ വറുത്തെടുക്കണം. പിന്നെ റോസ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് വറുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തുമ്പോൾ കറക്റ്റ് ആ മണം വരാൻ തുടങ്ങും. അത് മണം ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ പൊടിക്കുന്നതിലേക്കാണ്. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സ്മെല്ല് വരാൻ തുടങ്ങും. കളറും വ്യത്യാസം വരും, കോഫിയുടെ സ്മെല്ല് വരും അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജ് നമ്മൾ പൊടിക്കലാണ്. ഏറ്റവും റിസ്ക്കാണ് പൊടിക്കുന്നത്. അതായത് പൊടിക്കാൻ ഏറ്റവും റിസ്ക് വെച്ചാൽ നമ്മൾ ഒരു വട്ടം പൊടിച്ചാൽ നമ്മുടെ സാധനം ഇത് കിട്ടൂല. സിംഗിൾ പൊടിക്കാൻ സാധനം കിട്ടില്ല. അതായത് നെറ്റൊക്കെ നമ്മൾ നോക്കും. നെറ്റൊക്കെ നല്ല നോക്കിയിട്ട് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ് അടിച്ച് പൊട്ടിപ്പോകും. നെറ്റൊക്കെ പൊട്ടിപ്പോകും. ഈ കുരുവിന്റെ പവർ ഈ സാധനം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഹാർഡ് ആവും സാധനം ഇത്. അപ്പൊ നെറ്റ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എപ്പോഴും. അത് കഴിഞ്ഞ് പൊടിച്ച് നമ്മൾ പൊടിച്ച് ഇത്രയും റിസ്ക് ആയിട്ട് എടുക്കുമ്പോൾ മെഷീൻസിനും ഈ പറഞ്ഞ ഭയങ്കര ഇഷ്യൂസ് ഒരുപാട് വരും. അപ്പൊ മെഷീൻ നമ്മൾ കെയർ ചെയ്യണം. പൊടിക്കാൻ നമ്മൾ മെഷീൻ ശ്രദ്ധിക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര kg ഒക്കെ പൊടിക്കാൻ? നമ്മൾ പരമാവധി നോക്കിയിട്ട് 30 കിലോ 30-40 കിലോ കൂടെ നമുക്ക് പറ്റുന്നില്ല ഒരു ദിവസം കൊണ്ട്. അത്ര റിസ്ക്കാണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയത്. പലതവണ പൊടിക്കുന്നുണ്ട്. പിന്നെ മെഷീൻ ടെമ്പറേച്ചർ വരും, അത് നമ്മൾ കെയർ ചെയ്യണം. അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പൊടിച്ചെടുക്കണം നമ്മളത്. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മൾ സാധാ കോഫിയിൽ ഫൈൻ പൗഡർ എടുക്കണം നമ്മളത് ലാസ്റ്റ് സ്റ്റേജ്. ഇതിന് ശേഷം നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യും. നമ്മൾ 2 ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നോർമൽ കോഫി, ഒന്ന് മസാല കോഫിയോ. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ ഈ കോഫി പൗഡർ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ഇതിന് കോഫി പൗഡർ സംഭവം ഇല്ല ഇതിനകത്ത്. കോഫി പൗഡർ ഇതിൽ ഒരു കോഫി പൗഡർ സംഭവം ഇതിന്റെ തന്നെ ഫ്ലേവറാണ്. ഒരു കോഫി പൗഡർ സംഭവം. പലർ സംശയമാണ്
ഈ കോഫി പൗഡർ ആഡ് ചെയ്യും. ഞാൻ ഇന്നത്തെ കോഫി പൗഡർ സംഭവം ഇല്ല. അപ്പൊ അതിന്റെ ഒരു പിന്നെ ടേസ്റ്റ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈ സാധനത്തിന് ആ ടേസ്റ്റ് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ വറക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് വരും. നമ്മൾ വറുത്ത നമ്മുടെ ടേസ്റ്റിലേക്ക് വന്ന സംഭവം നമുക്ക് പൊടിക്കുമ്പോൾ ആ സ്മെല്ല് വരും ശരിക്കും കോഫിയുടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ കോഫി പൗഡർ ആഡ് ചെയ്യുന്ന കോഫി പൗഡറിന്റെ പരിപാടി അതിനകത്തില്ല. അത് ശരി. പാക്കിംഗ് 2 സ്റ്റേജ് ഉണ്ട്. മീൻസ് ഒന്ന് സിൽവർ ആണ്, ഇന്നർ സിൽവർ പാക്കിംഗ് ആണ്, ഔട്ടർ പേപ്പർ പൗച്ചാണ്. അപ്പൊ നമുക്ക് പരിസ്ഥിതിക്കായിട്ട് ദോഷമായിട്ട് സംഭവം അതിനകത്തില്ല. പാക്കിംഗ് പോലും അത്ര പെർഫെക്റ്റ് നമ്മുടെ പെർഫെക്റ്റ് സീലിംഗ് ആണ്. ഇന്നർ സിൽവർ ആണ്, അത് സീലിംഗ് ഉണ്ട്. ഔട്ടർ പേപ്പർ പൗച്ച് അതും സീലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ആ സ്റ്റാൻഡേർഡ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്നത് നമ്മൾ തന്നെ. എന്നുവെച്ചാൽ നമ്മൾ അടുത്ത നമ്മൾ ലാസ്റ്റ് ലാബിൽ ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ ഡേറ്റ് MRP അതൊക്കെ കറക്റ്റാണ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് മാർക്കറ്റിൽ പോകണം. ഇതിൽ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒരു അതിന്റെ ആവശ്യം നമ്മുടെ ക്വാളിറ്റി അതുപോലെ ഒരു പ്രിസർവേറ്റീവ് ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു വെറൈറ്റി കാപ്പിപ്പൊടി അല്ലേ? വെറൈറ്റി കാപ്പിപ്പൊടിയാണ്. ഇതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പം പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് ആണിത്. ഇപ്പൊ കാണിച്ച പ്രൊഡക്റ്റിനാണ്. അതായത് നോർമൽ കോഫി, മസാല കോഫി, 2 ഫ്ലേവർ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ 43 പ്രൊഡക്റ്റ് നമ്മളോട് തിരിപ്പുണ്ട്. പ്രധാനപ്പെട്ട ഇപ്പൊ കുറച്ച് ഒരു ആഴ്ച മുന്നേ ഇറക്കിയ പ്രൊഡക്റ്റാണ് ഇത്. അതായത് നമ്മൾ മുളപ്പിച്ച റാഗി. റാഗി മുളപ്പിന് പ്രോട്ടീനോ കൂടും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പൊടിച്ച സംഭവമാണിത്. മുളപ്പിച്ചിട്ട് വറുത്ത സംഭവമാണിത്. നല്ലൊരു പൊടിയാണിത്. പിന്നെ നമ്മളെ വേറൊരു പ്രൊഡക്റ്റാണ് നമ്മളെ മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി. എന്ന് വെച്ചാൽ 4 ഗ്രെയിൻസ് മിക്സ് ചെയ്ത് പൊടിക്കുന്ന പൊടിയാണിത്. ചെറുപയർ, ചോളം, റാഗി, ഗോതമ്പ് 4 ഗ്രെയിൻസ് മിക്സ് ചെയ്തിട്ടുള്ളത് മൾട്ടിഗ്രെയിൻ പുട്ട്. ഇതൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. ഒരു പുട്ട് കഴിക്കുമ്പോൾ തന്നെ പല ഗുണങ്ങളുണ്ട്. അതാണ് ഗുണങ്ങൾ. പിന്നെ നമ്മൾ ഹെൽത്ത് മിക്സ് എല്ലാവരും കഴിക്കുന്ന പ്രൊഡക്റ്റാണിത്. ഇതിനകത്ത് 6 ധാന്യങ്ങൾ വരുന്നുണ്ട് ഹെൽത്ത് മിക്സിനകത്ത്. മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് ആണിത്. പിന്നെ നമ്മളെ കായപ്പൊടിയില്ലേ, കുട്ടിയൊക്കെല്ലാം കൊടുക്കാൻ പറ്റിയ കായപ്പൊടിയാണിത്. നമ്മുടെ നാട്ടിൽ നമ്മൾ അടുക്കാൻ കായലെ കണ്ണൻ കായ എന്ന് പറയും. ആ ഒരു സംഭവമാണ് ബനാന പൗഡർ. പിന്നെ നമ്മൾ ബനാന പൗഡർ ഒക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ അത് മുറിച്ച് കഷ്ണാക്കി ഉണക്കി എടുക്കാനൊക്കെ ഒരുപാട് റിസ്ക്കുള്ള സംഭവം തന്നെയാണ്. കറിയൊക്കെ കളഞ്ഞാൽ അതൊക്കെ കുറേ റിസ്ക്കുകൾ വേണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉണക്ക് തരണ്ടി. അതായത് റെഡി ടു ഈറ്റ് ആണിത്. നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെല്ലാം റെഡിയാക്കി നിങ്ങൾ കയ്യിൽ കൊണ്ട് തരും. നിങ്ങൾ ചോറിനൊപ്പം പൊട്ടിച്ച് കഴിക്കുക. വേറെ ഒരു പണിനേക്കിനത്തില്ല. നേരെ ചോറിനൊപ്പം കഴിച്ചോളാം. നല്ല സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണ്, നല്ല മൂവിങ് പ്രൊഡക്റ്റാണ് ഇത്. ഇത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ ലോക്കൽ, പിന്നെ നമ്മൾ ഔട്ട് ഓഫ് കെയർ നന്നായിട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ, ഗുജറാത്തൊക്കെ നമ്മൾ കയറ്റി അയക്കാറുണ്ട് സാധനങ്ങൾ. ഇഷ്ടംപോലെ എൻക്വയറി വരുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെ. നമ്മളിപ്പോൾ പുറത്ത് പ്രവാസിമാരെ സാധനം കിട്ടത്തില്ല മീനൊന്നും. അപ്പോൾ അവർക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റും. റിസ്ക് ഒന്നുമില്ല. നേരെ പൊട്ടിച്ച് ഇത് കേട് 3-4 മാസം ഒന്നും ആവില്ല സംഭവം ഇത്. കേടൊന്നും തരുന്നുള്ളൂ. പിന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മസാല ചായ. അതായത് ചുക്കും ഏലക്കായായിട്ട് പൊടിയാണിത്. നല്ല സ്റ്റാൻഡേർഡ്, നല്ല മൂവിങ്. നമ്മളെ പ്രത്യേക പ്രൊഡക്റ്റാണ് മസാല ചായ എന്ന് പറയും. അതുകൂടാതെ നമ്മുടെ അടുത്തുള്ള പിന്നെ കറി മസാല ഇതൊക്കെ നമ്മുടെ ഐറ്റംസ് ആണ്. പുട്ടുപൊടി, ഇടിയപ്പം, പാലപ്പം, റാഗിപ്പൊടി, മുളക്, മഞ്ഞളൊക്കെ നോർമൽ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും വെറൈറ്റി പ്രൊഡക്റ്റുകൾ. ഒരെണ്ണത്തിൽ തുടങ്ങി 40 വെറൈറ്റി പ്രോഡക്റ്റ്. ഇനി അടുത്തത് പരീക്ഷിക്കാൻ പോവാണ്. അടുത്തത് പുതിയൊരു കോഫി നമ്മൾ അടുത്തത് ചെയ്യാൻ പോയി. നമ്മൾ മിന്റ് ലീഫും അതൊക്കെ നേടിയിട്ട് പുതിയൊരു കോഫിയും കൂടി ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അത് ഒരാഴ്ച കൊണ്ട് നമ്മൾ അതിന്റെ പരിപാടി തുടങ്ങും. നമ്മൾ ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു R&D വിങ് ഒക്കെ നിങ്ങൾ അല്ല, എന്റെ പ്രൊഡക്റ്റ് ഫുള്ള് വെറൈറ്റില്ല മൊത്തം. ഈ മാർക്കറ്റിലെ സംഭവം ചെയ്യാൻ എന്റെ പ്ലാൻ മെയിൻ ആയിട്ടുള്ളത്. മാർക്കറ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒന്ന് ചെയ്യുമ്പോൾ അടുത്ത പാളിപ്പിന് അടുത്ത് നമ്മൾ പിന്നെ ട്രൈ ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് പരീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം കണ്ണൂർ ജില്ല നമ്മൾ മൊത്തം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ നമ്മൾ ഔട്ട് ഓഫ് കേരള നമ്മൾ കസ്റ്റമർ ഇഷ്ടംപോലെ ഔട്ട് ഓഫ് കേരള നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഔട്ട് ഓഫ് കേരള നമ്മൾ ഗുജറാത്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ, ബോംബെ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു പാർട്ടി വിളിച്ച് ഒന്നിക്കൽ നമ്മൾ കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കും. അല്ല ഇവിടെ നിന്ന് പോകണേ അവിടുത്തെ കൊണ്ടുവിടും. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഇൻ കേസ് ഈ വീഡിയോ കാണുന്നവര് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രോഡക്റ്റ് വേണമെങ്കിലോ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡി? തീർച്ചയായും എത്തിച്ചു കൊടുക്കുക. നമുക്ക് കസ്റ്റമർ നമുക്ക് വലുത്. കസ്റ്റമർ നമ്മുടെ വിജയോ. അപ്പൊ നമ്മൾ എവിടെയാലും അവർ കൊറിയർ അഡ്രസ് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. ഒരു തവണ വാങ്ങിച്ചാൽ പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഗ്യാരണ്ടി പറയാം. എന്റെ പ്രൊഡക്റ്റ് എനിക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും. അത്രയും പ്രൊഡക്റ്റ് ആണ്. എനിക്കിപ്പോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഇത് എത്ര പൈസക്കാണ് ഓരോന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ എന്റെ കയ്യിൽ ഇപ്പോൾ നോർമൽ കോഫിയാണിത്. അതായത് 90 രൂപ വില. എത്ര ഗ്രാം? 100 ഗ്രാം. 100 ഗ്രാമിന് 90 രൂപ. പിന്നെ ഉള്ളത് മസാല കോഫി. ഇത് 110 രൂപ. അതെ, 100 ഗ്രാം തന്നെ. 100 ഗ്രാം അല്ല, ഈ മാർക്കറ്റിൽ നമുക്ക് റേറ്റ് ഇത് കൂടുതലാണോ കുറവാണോ വരുന്നത് കോഫിയുടെ? ഇതിനെക്കാട്ടും കൂടിയൊക്കെ പൊടികളൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. ഉണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ റിസ്ക് ആണ് സംഭവം. നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല സംഭവങ്ങൾ. കാരണം ഇത് പൊടിക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം മൊത്തം മെനക്കെട്ടാൽ നമുക്ക് 30-40 രൂപ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പരമാവധി കസ്റ്റമർ താങ്ങാൻ റേറ്റിലാണ് കൊടുക്കുന്ന സാധനം. ഇത് വലിയ പ്രോഫിറ്റ് എടുക്കാതെ പിന്നെ പുതിയ പ്രൊഡക്റ്റുമാണ് ഇത്. മാർക്കറ്റില്ല സംഭവം, പുതിയ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ റേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കണം ചിന്തയിലാണ് ഞാൻ ഈ റേറ്റ് കുറച്ച് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാഫാണ്. കാരണം വെച്ചാൽ തുടക്കം മുതൽ ഉണ്ടായ സ്റ്റാഫ്. ഇപ്പോൾ ഞാനിവിടുന്ന് മാറി എന്നാലും കമ്പനി അത് വൃത്തിയായിട്ട് അവർ മാനേജ് ചെയ്യും. എവിടെ പോയി കഴിഞ്ഞാൽ അവർ അത് നല്ല കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും എവിടെ ഫോൾട്ട് ഉണ്ടല്ലോ അവരെ സോൾവ് ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കമ്പനി. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്.
എല്ലാ കാര്യം മുന്നോട്ട് ചെയ്യുന്നുണ്ട് അവർ. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ സ്വന്തം പോലെയാണ് അവർ കമ്പനി നടത്തുന്നത്. സ്റ്റാഫായിട്ടല്ല അവർക്ക് എൻ്റെ ഒരു കുടുംബം പോലെ അവരെ നോക്കുന്ന കമ്പനി. ഇവിടെ മാറിയെന്ന് എനിക്ക് ഏറ്റവും ഒരു ടെൻഷൻ എനിക്കില്ല. മാറി അവർ വൃത്തിയായിട്ട് മാനേജ് ചെയ്തോളൂ. എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. എനിക്ക് 100 വട്ടം ഫോൺ വിളിച്ച് ചോദിക്കാൻ അങ്ങനെ സംഭവമേ എനിക്ക് വരുന്നില്ല. അത് സ്വന്തം പോലെ അവർ സ്ഥാപനം കൊണ്ടുപോകുന്നത്. ഒരു ടീം വർക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത്രയാണ് AR ഫുഡ്സിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകൾ അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് AR ഫുഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയൊരു പണിയൊന്നുമല്ല രാജേശ്വരൻ എടുത്തിട്ടുള്ളത്. ആ തുടക്കഘട്ടം മുതൽ നല്ല രീതിയിലുള്ള ഒരു കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുള്ളത്. ഇനിയും ഒത്തിരി പ്രോഡക്റ്റുകൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓരോ പ്രോഡക്റ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു അവാർഡ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും മാറിപ്പോയിട്ടില്ല, തെറ്റിപ്പോയിട്ടില്ല നമുക്ക് പറയാൻ പറ്റും അല്ലെ. അത്രയും നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഒരു സംരംഭത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടും ഒക്കെ കൂടിയിട്ടാണ് ഇന്ന് AR ഫുഡ്സ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.